ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു റസ്ക്കാണ്. ബേക്കറിയിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു റസ്കിൻ്റേത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റസ്ക് ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. റസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കേക്ക് റെഡിയാക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ളൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് മുട്ട പതഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതുപോലത്തെ വിസ്ക് ഇല്ലാത്തവർ മാത്രം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. 125 ml കപ്പാണ് കേട്ടോ. പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് റസ്കിന് സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഉടനെ തന്നെ നമ്മൾ ബാറ്ററിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കരുത്. പുറത്തെടുത്ത് നല്ല സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ബട്ടർ ഇല്ലാത്തവർക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാലും ഒന്നൊരു ടേസ്റ്റ് ബട്ടർ ചേർക്കുന്നതായിരിക്കും. അങ്ങനെ ബട്ടർ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ച് കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ബേക്കിംഗ് പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് തിക്കായിട്ടൊരു ബാറ്റർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ടിന്നിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. പാത്രം പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഉപ്പ് തന്നെയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്ന് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ബേക്ക് ചെയ്യുന്നവർ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്കായോ എന്ന് നോക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രം പുറത്തേക്ക് എടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. കേക്ക് ഫുള്ളായിട്ടും തണുത്ത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് റസ്ക് റെഡിയാക്കാനായിട്ട് ഈ കേക്കിനെ ഞാനൊരു 2 പീസായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്.
കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. റസ്കിന് പകരം കേക്കായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് ടീ കേക്കൊക്കെ ആയിട്ട് കഴിക്കാൻ. ഇനി ഞാൻ ഈ കേക്കിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അതായത് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റസ്കിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് നമ്മളിവിടെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് വെച്ച ഉടനെ തന്നെ മോൻ വന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഇനി നമുക്ക് റസ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശക്കല്ല് നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് കേക്കും വെച്ച് കൊടുക്കാം. മുഴുവനും ഈ ഒരു പാനിൽ കൊള്ളത്തില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സെറ്റ് ഒന്ന് ബേക്ക് ചെയ്തതിന് ശേഷം അടുത്ത സെറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും കൂടി വയ്ക്കാം. ഇതിൻ്റെ നടുഭാഗത്ത് തൊട്ട് നോക്കുമ്പോൾ ക്രിസ്പി ആകാത്ത പോലെ തോന്നും. അത് കുഴപ്പമില്ല, ചൂടോടെ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ക്രിസ്പി ആയില്ലല്ലോ എന്ന് കരുതിയിട്ട് സമയം കൂടുതൽ വെക്കരുത്. തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ സമയം വെച്ചാൽ റസ്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അങ്ങനെ റസ്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഇനി ഈ റസ്ക് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു റസ്ക് എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റസ്ക്കാണ്. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒത്തിരി ഹാർഡൊന്നും ആയി പോയിട്ടില്ല. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.